സ്റ്റേജ് 3 എന്ന് പറയുന്നത് നിൻ്റെ മുടിയൊക്കെ അഴിച്ചിട്ടിട്ട് നീ വീടിൻ്റെ ചുറ്റിനും ഓടും. അതാണ് സ്റ്റേജ് 3. വിനയേട്ടാ എന്താ ഞാൻ അങ്ങനെ ആയോ എന്നൊക്കെ ഇങ്ങനെ നന്ദിനി ചോദിക്കുവാണേ. മോളെ നന്ദിനി, നീ ഇങ്ങോട്ടേക്ക് വന്നേ, ഞാൻ പറയാം. അവളെക്കുറിച്ച് നീ മറക്ക്. എന്നെപ്പറ്റി മാത്രം നീ ആലോചിക്ക്. ചിലപ്പം ആ ചികിത്സ നിനക്ക് ഫലിക്കുമായിരിക്കും. നീയേ സമാധാനത്തിൽ താഴെ കിടക്കുന്ന കേക്കിൽ ഏതെങ്കിലും കഷ്ണം ഉണ്ടോ നോക്കിയിട്ട് എടുത്ത് നല്ലതുണ്ടെങ്കിൽ തിന്ന്, ഇല്ലെങ്കിൽ എടുത്ത് അടിച്ചു വാരി ദൂരെ കള എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വിനായകൻ അവിടെ നിന്ന് പോവുകയാണേ. അത് ശരിയാ, ഞാനെന്തിനാ അവളെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് താഴെ കിടക്കുന്ന കേക്കും കഷ്ണമൊക്കെ എടുത്ത് പൊടിയൊക്കെ തട്ടി കളിച്ചിട്ട് ഇരുന്ന് കഴിക്കുവാണേ. കഴിച്ചില്ല, വായിലേക്ക് ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കിനും പിന്നീട് പെട്ടെന്ന് എന്നാലും അവൾ ഇവിടെ തുടരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എടുത്ത കേക്കും കഷ്ണം വീണ്ടും പൊടി പൊടിയായിട്ട് വീണ്ടും പിച്ചി കീറിയിടുവേ. പിന്നീട് കാണിക്കും നമ്മുടെ വിക്രവും കൂട്ടുകാരും ഒക്കെയാണ് കയ്യും കാലും മുഖം കഴിയിട്ട് പോകാനായിട്ട് ഒരുങ്ങും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വിക്രം അവിടെ തന്നെ ഇരിക്കുകയാണ്. ശ്രീനി സാറ് നിന്നെ വിളിക്കുമായിരിക്കും, സാറ് വിളിക്കാമെന്ന് ഇരിക്കത്തില്ല എന്ന് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട്, സാറ് വിളിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടൊന്നും അല്ലടാ ഞാനിവിടെ ഇരിക്കുന്നതെന്ന് പറയുവേ. അന്നത്തേക്കിനും നമ്മുടെ ജോസഫ് സാറ് പറയുവേ, വേദ വന്നു പോയതിന് ശേഷം നമ്മുടെ സാറ് മൊത്തത്തിൽ ഇങ്ങനെ ഒരു മൗനത്തിലാണല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ ലുട്ടാപ്പി പറയുന്നുണ്ട്, അത് ശരിയാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടേ. ഇനിയും നീ അത് തന്നെ ഒന്നും ആലോചിച്ചുകൊണ്ടിരിക്കുക, അതൊക്കെ വിടാൻ പറയുമ്പോഴത്തേക്കിനും രാജേട്ടനോട് ഇങ്ങനെ വിക്രം പറയുകയാണ്, എന്നാലും ആ ഭക്ഷണം ഞാൻ തട്ടിക്കളഞ്ഞത് ശരിയായില്ല രാജേട്ടാ. അതിന് വിക്രത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ജോസഫേട്ടാ. ഒരാൾ എന്നെ കെട്ടണമെന്ന് പറഞ്ഞ് നടക്കുന്നു, ഇന്നൊരാൾ എന്നെ അല്ലേ കെട്ടിയത് എന്ന് പറഞ്ഞ് നടക്കുന്നു. എന്നാലും രാജേട്ടാ, ഈ ചരടിന് ഇത്ര വിലയുണ്ടോ എന്നിങ്ങനെ ചോദിക്കുവേ. എടാ അത് വെറും ചരടല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. പിന്നീട് പറയുന്നുണ്ട്, ചില ചരട് ചെറുക്കനാണ് പാപം കിട്ടുന്നത്, ചിലതാണെങ്കിൽ പെണ്ണുങ്ങൾക്കായിരിക്കും പാപം കിട്ടുക. എന്നാൽ ഇതിപ്പം മറിച്ചായിപ്പോയി, ആ കൊച്ചിനാണ് പാവം കിട്ടിയിരിക്കുന്നത്. ശരിയാ, ചില സമയത്ത് വേദയെപ്പറ്റി ആലോചിക്കുമ്പോൾ പാവം തോന്നും. എങ്ങനെ പാവം തോന്നുമെന്നോ നമ്മുടെ ലുട്ടാപ്പി പറഞ്ഞുകൊണ്ട് വരികയാണെ. അപ്പോഴത്തേക്കിനും അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്, എനിക്ക് വേതാളം തന്നെയാണ്. എന്നാലും അവൾ ആ വീടിനെയും വീട്ടുകാരെയും സ്നേഹിച്ച ദർശനയും ഒക്കെ വിട്ടിട്ട് ഒരു താലിച്ചേട്ടൻ്റെ പേരിൽ എൻ്റെ കൂടെ വന്നല്ലോ എന്നോർക്കുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ ഇങ്ങനെ വിക്രം ഇരുന്ന് പറയുകയാണേ. ഞാനതൊക്കെ അവളോട് ചോദിച്ചതാണ്, ഇനിയും ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് സമയമെടുക്കുമെന്നാണ് അപ്പോൾ അന്ന് അവൾ എന്നോട് പറഞ്ഞത്. ഒരു വ്യക്തിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് 5 വർഷം സമയം എടുക്കുമല്ലോ. നമ്മൾ സുഹൃത്തുക്കളായില്ലേ, കൂട്ടുകാരായില്ലേ, മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ആരൊക്കെ വരും പോകും എന്നൊക്കെ തീരുമാനിക്കുന്നത് ദൈവമാണ് വിക്രം. നിൻ്റെ ലൈഫിലേക്ക് വേദ വന്നതും മൂപ്പരുടെ തീരുമാനമായിരിക്കും. അല്ല, ഇന്ന് മുഴുവൻ വേദയെ പറ്റിയിട്ടാണല്ലോ ചർച്ച മുഴുവൻ. വല്ല ഫീലിങ്സും തുടങ്ങിയോടാ എന്നൊക്കെ ഇങ്ങനെ ജോസഫ് സാട്ടൻ പറയുക. അന്നേരത്തേക്കും നമ്മുടെ വിക്രം പറയുന്നുണ്ട്, ഒന്ന് പോടാ, എനിക്ക് അവളോട് അങ്ങനൊന്നുമില്ല, എൻ്റെ പുറകെ നടക്കുന്ന ഒരു പെണ്ണെന്നുള്ള രീതിയിൽ മാത്രമേ ഞാൻ അവളെ കാണുന്നുള്ളൂ എന്നൊക്കെ ഇങ്ങനെ വിക്രവും പറയുന്നുണ്ടേ. പിന്നീട് നമ്മുടെ വേദയുടെ അച്ഛനും അമ്മയൊക്കെ കാശി യാത്രയൊക്കെ കഴിഞ്ഞിട്ട് മടങ്ങി വരുവാണ്. അന്നേരം നമ്മുടെ മക്കൾ രണ്ടാളും ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുകയും ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു കാശി യാത്ര, എങ്ങനെ ഉണ്ടായിരുന്നു കുംഭമേളം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ വേദയുടെ അമ്മ പറയുന്നുണ്ട്, ലോകത്തുള്ള മനുഷ്യർ മുഴുവൻ അവിടെ ഉണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോവും, അത്ര സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരികയാണേ. എല്ലാം ഇങ്ങനെ കണ്ടു കഴിയുമ്പോഴത്തേക്കിനും എന്തൊരു നല്ല രസമാണെന്നോ. 7 പേര് പൊങ്ങി നിന്ന് വിളക്കത്തിരിയൊക്കെ കത്തിക്കുന്ന കാഴ്ചകളൊക്കെ കാണണം അമ്മ എങ്ങനെയാണെന്നൊക്കെ പറയും കേട്ടോ. ശരിക്കും അന്നത്തേക്ക് നമ്മുടെ വേദയുടെ അമ്മ പറയുന്നുണ്ട്, അച്ഛൻ വേറൊരാളായതുപോലെയൊക്കെ എനിക്ക് തോന്നിയെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതുകൂടാതെയും പറയുന്നുണ്ട്, ആ കാശിയിലൊക്കെ എത്രയോ ആളുകളുടെ ചിതാഭസ്മങ്ങളാണ് കൊണ്ടുവന്ന് കൊടുക്കുന്നത്, അതൊക്കെ കാണുമ്പോഴത്തേക്കിനും എനിക്ക് അവിടെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് മടങ്ങിയാൽ മതി എന്നൊക്കെ തോന്നുന്നതായിരുന്നെന്നൊക്കെ ഇങ്ങനെ കഥകൾ പറയുകയാണേ. ജീവിക്കാൻ തോന്നുന്നത് പോലെ മരിക്കാനും തോന്നണം എന്ന് കാണിക്കുന്ന ഒരു സ്ഥലമാണ് വാരണാസി എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ജഡ്ജി അദ്ദേഹം പറയുകയാണേ. അവിടെ ഓരോ തിരുനാളവും കത്തിക്കഴിയുമ്പോഴത്തേക്കിനും അതിൻ്റെ അറ്റത്ത് നിന്ന് എത്രയോ ആളുകളുടെ അഹങ്കാരവും വീറും വാശിയും ഒക്കെയാണ് കത്തിത്തീരുന്നത്. ഒന്ന് ആലോചിച്ച് കാണേണ്ട കാഴ്ച തന്നെയാണ്. വേദയോട് നമ്മൾ ചെയ്തത് അപ്പോൾ ആ നിമിഷത്തിൽ തെറ്റായിപ്പോയി എന്ന് എനിക്ക് തോന്നിയെന്ന് ഇങ്ങനെ വേദയുടെ അച്ഛൻ പറയുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അച്ഛനെ. എല്ലാ ദിവസവും അത് തന്നെ പറയാൻ ശങ്കരേട്ടന് നേരെ ഉണ്ടായിരുന്നുള്ളൂ എന്നിങ്ങനെ വേദയുടെ അമ്മയും പറയുന്നുണ്ട്. അവൾക്ക് സമയം കൊടുത്തില്ല, അവൾക്ക് വേണ്ട നീതി കൊടുത്തില്ല എന്നൊക്കെയായിരുന്നു ശങ്കരേട്ടൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. അതാ അന്തരീക്ഷം കണ്ടതുകൊണ്ട് അച്ഛനങ്ങനെ തോന്നിയതായിരിക്കും. മരണം മുന്നിൽ കാണുമ്പോഴത്തേക്കിനൊരു പേടിയൊക്കെ വരും, അതിൻ്റെ ഒരു ഹാങ് ഓവർ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ ശ്രീകാന്ത് പറയുകയാണേ.
ഇവിടെ ജോലിക്കൊക്കെ കയറി കഴിയുമ്പോൾ തന്നെ ആ കാര്യങ്ങളെല്ലാം അച്ഛന് റെഡി ആയിക്കോളും എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ ജഡ്ജി അദ്ദേഹം പറയുകയാണ് കേസും കോടതിയൊക്കെ ആയിട്ട് പോകണോ വേണ്ടോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. അച്ഛൻ എന്ത് ഭ്രാന്തായി പറയുന്നത്, ഒറ്റ തവണ കാശി പോയിട്ട് വന്നപ്പോഴത്തേക്കിനും സന്യസിക്കാൻ തീരുമാനിച്ചോ എന്നൊക്കെ ഇങ്ങനെ ശ്രീകാന്ത് പറയുകയാണ്. അങ്ങനെ ഞാനും അത് വേണ്ട എന്ന് ഏട്ടനോട് പറഞ്ഞതാണെന്നൊക്കെ ഇങ്ങനെ വേദയുടെ അമ്മ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ ജഡ്ജി അദ്ദേഹം പറയുകയാണേ കുറ്റവും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ടുള്ള ജീവിതം മടുത്തു, ഇനി അതിൽ നിന്നെല്ലാം വിട്ടിട്ട് കുട്ടികളോടും മക്കളോടും കൊച്ചുമക്കളോടും ഒപ്പമൊക്കെ താമസിക്കണമെന്നുള്ള ഒരു ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എല്ലാം നിൻ്റെ ആഗ്രഹം, നിനക്ക് ഇഷ്ടമുള്ളതുപോലെ നിനക്ക് ചെയ്യുക എന്നൊക്കെ പറയുവാണേ. ഇതുവരെ ഈ വീട്ടിൽ മുത്തശ്ശി മാത്രമായിരുന്നു ഭഗവാന്റെ ഇഷ്ടം നോക്കിയിരുന്നത്, ഇനി തൊട്ട് അത് അച്ഛനും തുടങ്ങിയെന്ന് കൊച്ചുമോളും ചോദിക്കുന്നുണ്ടേ. അന്നേരത്തേക്കും നമ്മുടെ ജഡ്ജി അദ്ദേഹം ഇങ്ങനെ ചിരിക്കും കേട്ടോ. അന്നേരത്തേക്കും നമ്മുടെ മോള് പറയുകയാണേ, ദേ അമ്മേ നോക്കിക്കേ, അച്ഛൻ ചിരിക്കുന്നത് കൊണ്ടോ, സാധാരണ ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോഴത്തേക്കിനും അച്ഛൻ കടുപ്പിച്ച് നോക്കുമായിരുന്നു, പക്ഷേ ഇപ്പോൾ കണ്ടോ ചിരിക്കുന്നത്. ഇനി കുറേ കാലം അച്ഛൻ അങ്ങനെ പഴയ ഗൗരവത്തിലല്ലാതെ ഒന്ന് ജീവിക്കട്ടെ ദീപ്തി, അതും നല്ലതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ. അതെ അമ്മ, അച്ഛന് നല്ല മാറ്റം ഉണ്ട് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ ദീപ്തി പറയുമ്പോഴത്തേക്കിനും നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട്, ഇനി മുഴുവൻ മനസ്സും മാറിയിട്ട് വേദയും അവനെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വരാൻ എങ്ങനെ അച്ഛൻ പറയുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണേ. അതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ ശങ്കരേട്ടനോട് സംസാരിച്ചിരുന്നു. ഇപ്പം എല്ലാ പ്രശ്നങ്ങളും വേദയോട് നമ്മൾ കാണിച്ചത് നീതികേടാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ ചോദിച്ചതാണ്, എന്നാൽ പിന്നെ അവരുടെ കല്യാണം അംഗീകരിച്ച് അവരെ കൂട്ടിക്കൊണ്ട് വരുന്നതല്ലേ നല്ലതെന്ന് ചോദിച്ചപ്പോൾ അത് ദൈവം അംഗീകരിച്ച് ദൈവം അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ എന്നാണ് പറഞ്ഞതെന്ന് ഇങ്ങനെ പറയുവേ. അപ്പോൾ ശ്രീകാന്ത് ഭയങ്കര പേടിയായിട്ടിരിക്കുകയാണ് കേട്ടോ, ഇനി എങ്ങനെ വേദനയെ കൂട്ടിക്കൊണ്ട് വരുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിനും പറയുന്നുണ്ടായിരുന്നു കേട്ടോ, ഇനിയിപ്പോൾ കൂട്ടിക്കൊണ്ട് വന്നാൽ എന്താ കുഴപ്പമെന്നൊക്കെ ചോദിക്കുമ്പോഴാണ് നമ്മുടെ വേദയുടെ അമ്മ കൂട്ടിക്കൊണ്ട് അങ്ങനെ വരാൻ ചാൻസ് ഇല്ല എന്നൊക്കെ പറയുന്നത്. എന്ന് വെച്ചാൽ എന്നിങ്ങനെ ശ്രീകാന്ത് ചോദിക്കും. അന്നത്തേക്കിനും നമ്മുടെ ദീപ്തി പറയുകയാണ്, ചേച്ചി കല്യാണം കഴിച്ച വിക്രമൻ ചേട്ടൻ നല്ല വ്യക്തിയായി കാണണമെന്ന് എത്രയും പെട്ടെന്ന് ഭഗവാൻ കാണിച്ചു തരണേ എന്നിങ്ങനെ പറയുവേ. അത് നടന്നാൽ രണ്ടുപേരെയും സ്വീകരിക്കാമെന്ന്, അത് നടന്നെങ്കിൽ അതൊക്കെ അംഗീകരിക്കുകയുള്ളൂ എന്നും ഇങ്ങനെ ദീപ്തി പറയുകയാണേ. അപ്പോൾ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, അത് നടക്കും, ഇത്രയും നടത്തി കാണിച്ച ഭഗവാൻ അതും നടത്തി കാണിക്കുമെന്ന് പറയുകയാണേ. ഈ വീട്ടിലെ മുഴുവൻ പേർക്കും വട്ടായി എന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് അവിടെ നിന്ന് എണീച്ച് പോവുകയാണ് കേട്ടോ. പത്മം, കുറേ നാളായില്ലേ നിങ്ങൾ ഇവിടുന്ന് പോയിട്ട്, നാളെ നമുക്ക് അവളെ പോയെന്ന് കണ്ടാലോ എന്നിങ്ങനെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. അന്നേരത്തേക്കിനും നമ്മുടെ പത്മം പറയുന്നുണ്ട് കേട്ടോ, പോകാം അമ്മേ, ശങ്കരേട്ടനോടൊന്ന് ചോദിച്ചിട്ട് പോരെയെന്നും ചോദിക്കുന്നുണ്ടേ. അത് ഞാൻ ഏറ്റു, ഇനി അവൻ സമ്മതിക്കാതിരിക്കത്തില്ല എന്നിങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ടേ. അവൻ്റെ കണ്ണ് തുറപ്പിച്ചിരിക്കുന്നത് കാശി വിശ്വനാഥനാണ്, അതുകൊണ്ട് ഇനി അവൻ നല്ലതേ കാണുള്ളൂ എന്നൊക്കെ ഇങ്ങനെ കോൺഫിഡൻറ്റോട് കൂടിയിട്ടാണ് മുത്തശ്ശി പറയുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാധനെയാണ് കേട്ടോ. രാധ എങ്ങോട്ടൊന്നുമില്ലാതെ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണ്. നമ്മുടെ ആൾക്കാരനെ വെച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. കുറേ ഇങ്ങനെ വണ്ടി ഓടിച്ചു ഇങ്ങനെ വരുമ്പോഴത്തേക്കിനും ഒന്നും കാണുന്നില്ല കേട്ടോ, എവിടെയാണ് എത്തിയതെന്നൊന്നും അറിയുന്നില്ല. ആ വണ്ടിയിലിരുന്ന ആളാണെങ്കിൽ മൊബൈൽ നോക്കിക്കൊണ്ടാണ് ഇരുന്നത്. കുറേ ദൂരം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനാണ് നമ്മുടെ യാത്രക്കാരനാണെങ്കിൽ എടോ വണ്ടി നിർത്തുമെന്ന് ഇങ്ങനെ പറയുന്നത്. അങ്ങനെ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടാണ് നമ്മുടെ രാധ വണ്ടി നിർത്തുന്നത് കേട്ടോ. എന്നിട്ടെങ്കിലും പെട്ടെന്ന് രാധ വണ്ടി നിർത്തിയിട്ട് പറയുവേ, ഇവിടെയാണോ കൊണ്ടുവന്ന് മരപ്പാലത്ത് ഇറക്കാൻ പറഞ്ഞിട്ട് ഇവിടെയാണോ കൊണ്ട് ഇറക്കുന്നതെന്നൊക്കെ ചോദിക്കും കേട്ടോ. അന്നേരത്തേക്കും നമ്മുടെ രാധ പറയുന്നുണ്ട്, സോറി എനിക്ക് തെറ്റുപറ്റിപ്പോയതാണ്, ഞാൻ തിരിച്ചു കൊണ്ടേ ആക്കാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും വേണ്ട, എനിക്ക് ജീവന് കൊതിയുണ്ട് എന്ന് പറഞ്ഞിട്ട് യാത്രക്കാരൻ അവിടുന്ന് പൈസയൊക്കെ കൊടുത്തിട്ട് പോവുകയാണേ. പിന്നീട് നമ്മുടെ രാധ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ, എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം എടുക്കുന്ന പോലെയൊക്കെയാണ് കാണിക്കുന്നത്. അതിനുശേഷം നമ്മുടെ വേദനയാണ് കേട്ടോ കാണിക്കുന്നത്. വേദ ഇങ്ങനെ എന്തൊക്കെയോ പണികളിങ്ങനെ ചെയ്തുകൊണ്ട് ഇങ്ങനെ അരഫ്രൈസിലിരിക്കുകയാണ്. അപ്പോഴത്തേക്കിനാണ് നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ വിളിക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്കിനും പറയും, മോളെ അച്ഛനും അമ്മയും കാശി ക്ഷേത്രവും എല്ലാം ഇവിടുത്തെ എല്ലാം കഴിഞ്ഞിട്ടൊക്കെ വന്നിട്ടുണ്ട് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിനും എന്നാണ്ട് വിശേഷം എന്നൊക്കെ ഇങ്ങനെ വേദ ചോദിക്കും. പറയുന്നുണ്ട്, നല്ല വിശേഷം തന്നെയാണ്, നിൻ്റെ അച്ഛൻ്റെ ആ മുഖഭാവത്തും ചാങ്ങത്യത്തിലും എല്ലാം ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വേദ ചോദിക്കും, നല്ല ആംഗ്യങ്ങളാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും നല്ല ഭാഷയല്ലാതെ ശ്രീ ഭഗവാന്റെ സന്നിധിയിലല്ലേ പോയിട്ട് വന്നത്, അതുകൊണ്ട് നല്ല മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോഴത്തേക്കിനും വേദയ്ക്ക് ഇങ്ങനെ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്.
എന്തൊക്കെ മാറ്റങ്ങളാ അച്ഛന് ഇങ്ങനെ ഉണ്ടായത് എന്നിങ്ങനെ വേദ ചോദിക്കുകയാണ്. അന്നത്തേക്ക് നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, നിന്നോട് ചെയ്തതിലൊക്കെ ശങ്കരന് ഇപ്പം നല്ല കുറ്റബോധമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. അച്ഛൻ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ ചോദിക്കുവാണേ. നേരിട്ട് പറഞ്ഞു ചോദിക്കുന്ന ഇല്ല, പക്ഷേ നമുക്ക് സംസാരത്തിൽ നിന്ന് മനസ്സിലാവുമല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ വേദ ചിരിക്കുന്നുണ്ട് കേട്ടോ. മുത്തശ്ശി എപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്ന അതായതുകൊണ്ട് ചിലപ്പോൾ തോന്നിയതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ വേദ പറയുവാണേ. വേദയോട് പെരുമാറിയ രീതിയിൽ വിഷമമുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുമ്പോൾ, ഞാൻ ചെയ്തത് ശരിയാണെന്ന് അച്ഛൻ പറഞ്ഞോ എന്നിങ്ങനെ ചോദിക്കുക. അന്നത്തേക്കിനും പറയാം, അത് പറഞ്ഞില്ല, പക്ഷേ നിന്നോട് പ്രവർത്തിച്ച രീതി ശരിയല്ല എന്നിങ്ങനെ തോന്നിയത് പോലെയാണ് പറഞ്ഞതെന്നിങ്ങനെ പറയുവേ. അത് ശരിയായിരിക്കും, പക്ഷേ ഞാൻ ചെയ്തത് ശരിയാണെന്ന് അംഗീകരിക്കണമെന്നില്ലല്ലോ എന്നൊക്കെ പറയുകയാണേ. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ? പറഞ്ഞോളാൻ പറയേ. വിക്രത്തിനെ പറ്റി അച്ഛൻ എന്തെങ്കിലും ചോദിച്ചോ എന്ന് പറയും കേട്ടോ, ചോദിക്കും കേട്ടോ. അന്നേരത്തേക്കിനും പറയും, അങ്ങനെ ഓപ്പണായിട്ടൊന്നും പറഞ്ഞില്ല, പക്ഷേ അവൻ്റെ സ്വഭാവം മാറട്ടെ എന്ന് നിൻ്റെ അമ്മയോട് പറഞ്ഞു എന്നിങ്ങനെ പത്മം പറഞ്ഞു എന്ന് പറയുവേ. മുത്തശ്ശി ശരിക്കും ഒരു പാവമാണ്. ഇതൊക്കെ അച്ഛൻ്റെ അടവായിരിക്കും എന്നൊക്കെ പറയുകയാണ് വേദ. അന്നത്തേക്കിനും മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഈ അടവോ എന്തിന്? അച്ഛൻ അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അച്ഛൻ എനിക്ക് നന്നായിട്ട് അറിയാം മുത്തശ്ശി. ഇതിപ്പോൾ തീർത്ഥാടനം കഴിഞ്ഞ് കാശിനാഥനെയൊക്കെ കണ്ട് ഗംഗാസ്നാനമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പുതിയ ഒരാളായി എന്ന് നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ലെന്ന് ആര് കണ്ടു എന്നൊക്കെ ഇങ്ങനെ വേദ ചോദിക്കുവാണേ. ഞാൻ പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടല്ലേ മുത്തശ്ശി, അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ വേദയും പറയുവാണേ. എന്നാൽ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, ആയിക്കോട്ടെ, അച്ഛൻ മാനസാന്തരപ്പെട്ട് എൻ്റെ മുന്നിൽ പ്രത്യക്ഷമാവുന്നിടം വരെ ഞാൻ കാത്തിരിക്കും എന്നൊക്കെ വേദ പറയുകയാണേ. അത് ശരി. അപ്പോഴും വാശിയൊക്കെ വെടിഞ്ഞിട്ട് നീ അച്ഛൻ്റെ മുന്നിൽ പോകത്തില്ല, അച്ഛൻ നിൻ്റെ മുന്നിലേക്ക് വരണമല്ലേ? വാശിയുടെ കാര്യത്തിൽ നീ അച്ഛൻ്റെ മോള് തന്നെ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുകയാണേ. അച്ഛൻ്റെ കൂടെ ഞാൻ ഉണ്ടാവണമെന്ന് തോന്നിയപ്പോഴൊക്കെ പല കാരണങ്ങളുണ്ടാക്കിയിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വന്നിട്ടില്ല മുത്തശ്ശി. ഇനിയും അതുണ്ടാകും ഉറപ്പ് എന്നൊക്കെ പറയുകയാണ് വേദ. എന്നിട്ട് പിന്നെ മുത്തശ്ശി പറയുന്നുണ്ട്, ഇനി എല്ലാ കാര്യത്തിനും ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടെ. ഞാനും നിൻ്റെ അമ്മയും കൂടെ നാളെ അങ്ങോട്ടേക്ക് വന്നാലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും വേദ ആണോ എന്നൊക്കെ ചോദിക്കുകയാണേ ഞെട്ടിയിട്ട്. ശരിക്കും എന്നാ വരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ ചോദിച്ചിട്ട് പറയാം. നിനക്ക് വേണ്ടിയിട്ട് അവൾ കാശിന് എന്തൊക്കെയോ മേടിച്ചിട്ടൊക്കെ ഉണ്ട് എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. എന്നിട്ടാണ് എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദിനി അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് പിന്നെ നന്ദിനി ഇങ്ങനെ പറയുന്നുണ്ട്, നീ ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കത്തേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും വേദ ഇത്തിരി ഇതോടെ പറയുന്നുണ്ട്. എന്നാൽ നന്ദിനിയുടെ അടുത്ത് നോക്കിക്കോ, ഞങ്ങളെ അംഗീകരിക്കുന്ന ഒരു ദിവസം വരും എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ പറയുവേ. എൻ്റെ അച്ഛനല്ലെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരത്തേക്കും നന്ദിനി അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഒന്നും ഇല്ലെന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ വേദ ഇങ്ങനെ പറയുകയാണെ, എൻ്റെ അച്ഛനല്ലേ, എനിക്കറിയാമല്ലോ, നന്ദിനിയുടെ അടുത്തേക്ക് അറിയുമോ എന്നൊക്കെ ചോദിക്കുവേ. അന്നേരത്തേക്കും നമ്മുടെ നന്ദിനി പറയുവേ, എനിക്ക് അങ്ങനെ അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്തിരി ഇതൊക്കെ ആവുന്നുണ്ടേ. അല്ലെങ്കിൽ തന്നെ നിൻ്റെ അച്ഛൻ അംഗീകരിച്ചിട്ട് എന്താ കാര്യം, ഇവിടുത്തെ അച്ഛൻ അംഗീകരിക്കേണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ വേദ പറയുന്നുണ്ട്, ബുദ്ധിയുള്ള ഏത് ആൾക്കാർക്കും മനസ്സിലാകുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നു കഴിഞ്ഞു. ബുദ്ധി കുറവുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പൊട്ടത്തരം പറയല്ലേ ഏട്ടത്തി എന്നിങ്ങനെ പറയേ. തറവാട്ടമ്പലത്തിൽ പോയി മാലയിട്ടു, തറവാട്ടിലെ വീട്ടിലെ തട്ടമ്പുറത്ത് വെച്ച് ഫസ്റ്റ് നൈറ്റും കഴിഞ്ഞു. ഇനി അച്ഛൻ അംഗീകരിക്കാതിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണേ. എന്തെങ്കിലും തട്ടുകേട് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛമ്മനെ ഞാൻ അപ്പം അങ്ങ് ഇറക്കുകയല്ലേ എന്നൊക്കെ പറയുകയാണേ നമ്മുടെ വേദ. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദിനിക്ക് അങ്ങ് ദേഷ്യം വരികയാണേ. അതോടെ അച്ഛൻ്റെ ഗ്യാസ് തീരുമെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ നന്ദി ഇങ്ങനെ എന്ന് പറയുന്നുണ്ട്. അന്നേരം പറയും, എതിർക്കാനുള്ള ഗ്യാസ് തീരുമെന്ന് എന്നൊക്കെ ഇങ്ങനെ വേദ ഒന്നുകൂടെ ഓപ്പണായിട്ട് പറയുകയാണേ. പിന്നെ ഉള്ളത് നന്ദിനിയേടത്തി. എത്രയും പെട്ടെന്ന് കാശ് കൂട്ടി വെച്ച് സ്ഥലം മേടിച്ച് വീട് വാങ്ങി പോകാൻ ഉദ്ദേശിക്കുന്ന നന്ദിനിയേടത്തിക്ക് എൻ്റെ കാര്യത്തിൽ പ്രത്യേകത ഒന്നും ഇല്ലെന്ന് എനിക്കറിഞ്ഞുകൂടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എനിക്കത് പുല്ല് വിലയാണ്. വല്ലപ്പോഴുമൊക്കെ ഇങ്ങനെ കുറയ്ക്കുന്നതൊക്കെ നല്ലതല്ലേ, ഇങ്ങനെ കുറയ്ക്കാൻ ആളുണ്ടെങ്കിലല്ലേ അത് കേൾക്കാനും ഒരു രസം ഉണ്ടാവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ വേദ പറയുവാണേ. വരട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേദ തുണിയൊക്കെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നിടത്ത് നിന്നിട്ട് എങ്ങനെ എണീച്ച് പോവുകയാണേ. മനസ്സിലായില്ല, ഈ ട്യൂബ് ലൈറ്റ് എന്ന് കത്തുവോ എന്തോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഉള്ളിലോട്ട് കയറി പോകുന്നത്.
അവളെന്നെ പട്ടീന്നല്ലേ വിളിച്ചത്, ഇടിന്ന് വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് പിന്നെ കാണിക്കുന്ന നമ്മുടെ രാധനെയാണ് കേട്ടോ. അന്നേരത്തേക്കും നമ്മുടെ രാധയുടെ കൂട്ടുകാർ വണ്ടിയൊക്കെ കൊണ്ട് ഒതുക്കിയേ. ഇവളിതുവരെ വണ്ടി ഒതുക്കിയിട്ട് പോയില്ല എന്നൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് വണ്ടിയുടെ അകത്ത് നിന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ രാധ ഇങ്ങനെ തളർന്ന് കിടക്കുവാണ് കേട്ടോ. നോക്കുമ്പോഴത്തേക്കിനും ഒരു കുപ്പിയൊക്കെ ഉണ്ട് കയ്യിൽ. നമ്മുടെ മറ്റേ യാത്രക്കാരനെ ഇറക്കി വിട്ടതിന് ശേഷം ബിവറേജസ് ആയിരുന്നു കണ്ടത്. അവിടെ നിന്നൊരു ബോട്ടിലൊക്കെ മേടിച്ചിട്ട് ആൾ സങ്കടം സഹിക്കാൻ വയ്യാതെ നമ്മുടെ വണ്ടിയിലിരുന്നിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണേ. എനിക്ക് സഹിക്കാൻ വയ്യടി, എനിക്ക് ഈ വിരഹം താങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുമുണ്ട്. എല്ലാം മറക്കാൻ ഇത് നല്ലതാണെന്ന് അച്ഛൻ പറയാറുള്ളത് എന്നൊക്കെ പറയുവേ. എനിക്കെല്ലാം മറക്കണം, എല്ലാം മറന്നിട്ട് എനിക്ക് സുഖമായിട്ട് ഉറങ്ങണം എന്നൊക്കെ പറയുകയാണ്. പക്ഷേ കുടിക്കും തോറും ഓർമ്മ കൂടി വരികയാണ്. ചെറുപ്പം മുതലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തോർത്ത് വരികയടി എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ബോട്ടിൽ തുറന്നിട്ട് ഇങ്ങനെ മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണേ. പോട്ടെ, കുടിച്ച് ചാവട്ടെ. എനിക്ക് അവനെ സ്നേഹിച്ചവൻ വെട്ടി തുറന്ന് പറഞ്ഞു എനിക്ക് നിന്നെ വേണ്ടാന്ന്. അവൻ്റെ അച്ഛനും അമ്മയും ഓടിച്ചു വിട്ടു, അവൻ്റെ അമ്മയും ഓടിച്ചു വിട്ടു, ഇനി എൻ്റെ വീട്ടിൽ നിന്നും കൂടെ ഓടിച്ചു വിടട്ടെ. എന്നെ ആർക്കും വേണ്ട. ഞാൻ ജീവനായി സ്നേഹിച്ച അവൻ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു ജീനെ അവൻ എന്നെ വേണ്ട എന്ന്, അവന് അവളെ മതി എന്ന് പറഞ്ഞു ജീനെ എന്നും പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുവാണ് നമ്മുടെ രാധ.